നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. CPM പിന്നെ നമ്മുടെ രാജ്യസഭാ MP എ റഹീമൊക്കെ പെട്ടെന്ന് യൂ ടേൺ അടിച്ചു എന്ന് സംശയം. കാരണം നമ്മുടെ കുട്ടികൾ മുതൽ പാഠപുസ്തകത്തിൽ പഠിക്കുന്നൊരു പേരാണ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ പോലും നമുക്ക് ഒരു ദേഹം ശരീരമാകാലും വിറവുള്ളൊരു പേരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അല്ലേ? അതെ, സ്വാതന്ത്ര്യ സമര ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒരു പേരാണ്. അത് സുവർണ ലിപികളാൽ എഴുതി ചേർത്തിട്ടില്ലെങ്കിലും അദ്ദേഹം എന്നും കേരളീയരുടെ മനസ്സിൽ ധീരദേശാഭിമാനികളുടെ ആത്മാവിൽ ഇങ്ങനെ ഒരു വിപ്ലവജ്വാലയായി കുടികൊള്ളുന്ന ഒരു പേരും ഒരു ചരിത്രവും ഒരു ഇതിഹാസ പുരുഷനുമാണ് വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹം ഒരു മലയാളി ആയതിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാം. ചന്ദ്രശേഖർ ആസാദിനെയൊക്കെ മുമ്പ് തള്ളിപ്പറഞ്ഞ CPM പിന്നീട് ആസാദിന്റെ പ്ലക്കാർഡും കൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഭഗത് സിംഗിനെയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഭഗത് സിംഗും ആസാദും ഒക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിനെതിരെയായിരുന്നു എന്നും CPM, അല്ലേ? ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എ റഹീം MP ഒക്കെ വളരെ ബഹുമാനത്തോടെ അല്ലെങ്കിൽ വളരെ ആദരവോടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ഇതൊരു തിരക്കഥയുടെ ഭാഗമാണോ എന്ന് സംശയിക്കും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഇതൊക്കെ അതായത് സൗകര്യപൂർവ്വം ചരിത്രം മറക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പോ വിദ്വേഷമോ കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തണം. നിങ്ങൾക്ക് പറ്റിയ തെറ്റ്, നിങ്ങൾ ഒരു കാലത്ത് ചെയ്തു പോയ തെറ്റ് തിരുത്തണം. ആ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വക്കം അബ്ദുൽ ഖാദറിനോടൊക്കെ ചെയ്യുന്ന, സുഭാഷ് ചന്ദ്രബോസിനോട് ചെയ്യുന്ന, അനന്തൻ നായരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെങ്കിലും അവരെ ഈ അവസരത്തിൽ ഓർക്കണം. നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാപ്രകളൊന്നും ഇത് ഓർക്കൂല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്ന തെറ്റുകളും പിഴവുകളും ഒന്നും തെറ്റുകളല്ല, പിഴവുകളല്ല. അവരതിനെ എങ്ങനെയും വെള്ളപൂശും. അതിവിടുത്തെ മാപ്രകളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. പക്ഷേ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ മുന്നേ നടന്നുപോയ, നമുക്ക് വഴി കാണിച്ച, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച, കാരണം അവർക്കെല്ലാം ഒരു ജീവിതമുണ്ടായിരുന്നു, അവർക്കെല്ലാം കുടുംബമുണ്ടായിരുന്നു, അമ്മ, അച്ഛൻ, ഭാര്യ, മക്കള് പലതും ഉണ്ടായിരുന്നു, നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഈ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ത്യജിച്ച ആൾക്കാർ, അറിഞ്ഞുകൊണ്ട് അവർ ഈയാമ്പാറ്റകളെപ്പോലെ അഗ്നിയിലേക്ക് എടുത്തു ചാടിയ, പറന്നിറങ്ങുന്ന ഈയാമ്പാറ്റകളെപ്പോലെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയവരാണ് അവരൊക്കെ. അവരുടെ ജീവനാണ് അവരെ ആഹുതിയായിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവരോട് നന്ദികേട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. നമ്മുടെ ഓരോ സ്മരണയിലും അവരുണ്ടാകണം. അവരെക്കുറിച്ചുള്ള ആ നല്ല ഓർമ്മകൾ ഉണ്ടാകണം. അത് നമുക്ക് അങ്ങേയറ്റത്തെ ഉത്തേജനം നൽകണം. അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്കും അത് അവകാശപ്പെടാം. അത് അവകാശപ്പെടാൻ കഴിയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ നാട്ടിൽ, ഈ മണ്ണിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനും, ഏത് ജാതിയോ ഏത് മതമോ ഏത് ലിംഗമോ എന്തുമാകട്ടെ, പക്ഷേ നമ്മുടെ പൂർവികർ സഹിച്ച ഈ ത്യാഗം, അവർ ചെയ്ത പ്രവൃത്തി, മഹത്തായ പ്രവൃത്തി, അതിനെ തീർച്ചയായിട്ടും സ്മരിക്കുക തന്നെ വേണം. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുക തന്നെ വേണം. ഇവിടെ സംഭവിച്ചത് റഹീം ഈ പാർലമെൻറ്റിൽ വളരെ വികാരാധീനനായിട്ട് പ്രസംഗിച്ചു. നല്ല കാര്യം. എനിക്ക് റഹീമിനോട് വളരെ ബഹുമാനം തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ റഹീമിനോട് ബഹുമാനം തോന്നുന്നത്. മറ്റേത് റഹീം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും എനിക്കത്ര മതിപ്പൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ റഹീമിനോടൊരു ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം റഹീം ഇത്രയെങ്കിലും പറയാൻ തയ്യാറായല്ലോ എന്നുള്ളതാണ്. റഹീം ഈ പറഞ്ഞ കേരളത്തെക്കുറിച്ച് അഭിമാനം കൊള്ളണം എന്ന് പറഞ്ഞ ഒരു പേര് ഈ വക്കം അബ്ദുൽ ഖാദറിൻ്റെതാണ്. ഈ വക്കം അബ്ദുൽ ഖാദറിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ആ പ്രസംഗം പൂർണ്ണമായിട്ടും കേട്ടില്ല, അനന്തൻ നായരുടെ പേരും റഹീം പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ രണ്ടു പേരും മദ്രാസ് ജയിലിൽ 1943 എന്ന് എൻ്റെ ഓർമ്മ, അവർ തൂക്കിലേറ്റപ്പെട്ടു. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ജയ് വിളിച്ചുകൊണ്ട്, ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് 4 പേര് തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ 5 പേരെ പിടിച്ചു. അതിൽ ഒരാളിൻ്റെ വധശിക്ഷ ഇളവ് ചെയ്തു. ബാക്കി 4 പേരെ അതിലൊരാൾ ബംഗാളിയാണ്, പിന്നെ ഒരാൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമര ഭടനാണ്. വക്കം അബ്ദുൽ ഖാദറും മലയാളിയായ അനന്തൻ നായരും പിന്നെ ഈ 2 പേരും. ഇവർ സുഭാഷ് ചന്ദ്രബോസിന് ജയ് വിളിച്ച്, ഭാരതാംബയ്ക്ക് ജയ് വിളിച്ച്, വന്ദേ മാതരം
പൂർണ്ണമായും ആലപിച്ചുകൊണ്ടാണ് കഴുമരച്ചുവട്ടിലേക്ക് നടന്ന് കയറിയത്. അവർ അന്തസ്സായിട്ട് മരണത്തെ വരിച്ചു. വാസ്തവത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ആ ഒരിക്കലും ഇളകില്ല എന്ന് കരുതിയ സിംഹാസനത്തെ വിറപ്പിച്ചുകൊണ്ടാണ് ആ 4 പേരും മരണത്തെ വരിച്ചത് എന്ന് നമ്മൾ പറയണം. ഇരിക്കട്ടെ, ഈ റഹീം ഇത് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് തിരുത്തണം എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരെ ബ്രിട്ടീഷ് സർക്കാരിന് പിടിച്ചു കൊടുത്തത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം 1942 സെപ്റ്റംബർ 27 അവരെ പിടികൂടുന്നത്. അവർ ഈ വക്കം അബ്ദുൽ ഖാദർ വന്നിറങ്ങിയത് താനൂർ കടപ്പുറത്താണ്. അവിടെ കപ്പലിൽ ഉൾക്കടലിൽ തീരദേശത്തിനോടടുത്ത് നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് ഒരു ചെറു തോണിയിൽ ആണ് അദ്ദേഹം കരയിലേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ പിടികൂടി. അദ്ദേഹത്തിന് അന്ന് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച INA-യുടെ ചില പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിച്ചാണ് ഇവരെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഈ ഒരർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ വിവരങ്ങൾ ചോർത്തി കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക, അങ്ങനെയുള്ളൊരു ചാരപ്രവർത്തനമാണ് അവർ ചെയ്തത്. പക്ഷെ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ എന്ത് കാര്യം? ഈ മണ്ണ് ഭരിക്കേണ്ടത് ബ്രിട്ടീഷുകാരാണോ? അവർക്കിവിടെ എന്ത് കാര്യം? കച്ചവടത്തിന് വന്നവർ ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിൻ്റെ കടിഞ്ഞാൺ അവർ പിടിച്ചിരിക്കുന്നു. അത് ഒരു അഭിമാനമുള്ള ഒരു മനുഷ്യനും ഒരു പൗരനും ഈ മണ്ണിൽ ജനിച്ച അവൻ്റെ ജാതിയോ മതമോ ഏതുമാകട്ടെ, പക്ഷേ ഒരു അഭിമാനമുള്ള മനുഷ്യനും സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും അത് സ്വീകരിക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ വന്നിറങ്ങി അവരെ പിടികൂടി ബ്രിട്ടീഷ് പോലീസിന് കൈമാറുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്ക് വളരെ വലുതായിരുന്നു. അതുമാത്രമല്ല, എത്രയോ തെളിവുകൾ പുറത്തു വന്നു. ഒരു കാലത്ത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് സേവ ചെയ്ത് ഈ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവരെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റുകൊടുത്തത്. ആ സുഭാഷ് ചന്ദ്രബോസിനെ എത്ര വികൃതമായിട്ടാണ് അവരുടെ പത്രമാധ്യമങ്ങളിലൂടെ അവർ ചിത്രീകരിച്ചത്. എത്ര മോശപ്പെട്ട കാർട്ടൂണുകൾ, എത്ര മോശപ്പെട്ട ലേഖനങ്ങൾ, ഷൂ നക്കി, ജപ്പാൻകാരുടെ ഷൂ നക്കി, പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് മോശപ്പെട്ട വിശേഷണങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഇവർ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. ജപ്പാൻകാരുടെ മാത്രമല്ല, ജർമ്മനിയുടെ, അതായത് ഈ ഹിറ്റ്ലറുടെയും ഗീബൽസിൻ്റെയും ഒക്കെ ഒരു അടിമ ആണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന മട്ടിൽ പോലും ഇവർ കാര്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നാണല്ലോ ഇന്ന് CPIM-ഉം CPI-യും ആയി രണ്ടായി മാറിയത്. ഇന്ന് ആ CPIM-ൻ്റെ ഒരു യുവജന നേതാവ് കൂടിയാണ് A.A. റഹീം. ആ റഹീം സഭയിൽ ഇത്ര വികാരവായ്പോടുകൂടി സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കണം, അതിനെ അനുമോദിക്കണം, അതിനെ അഭിനന്ദിക്കണം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു പോയ തെറ്റുകൾ ഒപ്പം ഓർക്കുകയും വേണം. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തപ്പെട്ടില്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് സംഭവിച്ചത് തെറ്റായിപ്പോയി, ഞങ്ങൾ സുഭാഷിനെ വിമർശിച്ചത് തെറ്റായിപ്പോയി, നേതാജിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് തെറ്റ് തിരുത്താൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഞാൻ പറയുന്നത് ഒരു CPIM-ഓ അല്ലെങ്കിൽ ഒരു CPI-യോ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഭാരതാംബയുടെ ആ പൊന്നോമന വീരപുത്രൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്, ഞങ്ങളുടെ നിഗമനങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് തെറ്റ് തിരുത്തി ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹീമിൻ്റെ ഈ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ സുഭാഷ് ചന്ദ്രബോസിനെ നോക്കൂ, പിന്നെ നമ്മുടെ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നമ്മുടെ ആ കാലത്തുണ്ടായിരുന്ന എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു? അവർ തമ്മിൽ വിയോജിപ്പുണ്ടായിരുന്നു മാർഗങ്ങളെക്കുറിച്ച്. സുഭാഷ് സായുധ പോരാട്ടത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി, ഗാന്ധിയൻ പക്ഷം അഹിംസാവാദത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി. രണ്ട് മാർഗങ്ങൾക്കും അതിൻ്റേതായ മേന്മകൾ അവകാശപ്പെടാനുണ്ട്, അതിൻ്റേതായ തിരിച്ചടികൾ അവർ നേരിടാൻ തയ്യാറായി തന്നെയാണ് രണ്ടു കൂട്ടരും മുന്നോട്ട് പോയത്. പക്ഷേ രണ്ടു കൂട്ടരെയും നമ്മൾ ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ നമുക്കൊരിക്കലും സുഭാഷിൻ്റെ തട്ട് എന്തെങ്കിലും തരത്തിൽ മോശമാണ്, സുഭാഷിൻ്റെ മാർഗം മോശമാണ്, നേതാജി പോയത് തെറ്റായ വഴിക്കാണെന്ന് പറയാൻ ഒരു ഇന്ത്യക്കാരനും, ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും തോന്നില്ല. പക്ഷെ ഒരു കാലത്ത്
അത് തെറ്റാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും നിരന്തരം അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കൂട്ടർ ഇന്ന് അതേ ആൾക്കാരുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ പേരിൽ ഊറ്റം കൊള്ളുന്നത് എന്തുകൊണ്ടാണ് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം. ഇതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദികേട് കാണിക്കരുത്. അദ്ദേഹത്തെ പോലെയുള്ള ധീരദേശാഭിമാനികൾ സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ എ റഹീം പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നടങ്കം നിലപാട് തിരുത്തണം. അതാണ് വേണ്ടത്. ആ നിലപാട് നമ്മളിപ്പോൾ അന്ന് അവർ ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തത് കുറ്റമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇന്നും അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെ ചുമ്മാ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ തവണ അവർ ഞങ്ങൾക്ക് തെറ്റുപറ്റി, കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തത് തെറ്റിപ്പോയി എന്ന് പിന്നീട് പാർട്ടി സമ്മതിച്ചതാണ്. അതുപോലെ ഞങ്ങൾ സുഭാഷിനെതിരെ സമരം ചെയ്തത്, സുഭാഷിനെതിരെ ലേഖനങ്ങൾ എഴുതിയത്, സുഭാഷിനെതിരെ ഈ കുപ്രചരണങ്ങളൊക്കെ നടത്തിയത്, നേതാജിയെ അപമാനിച്ചുകൊണ്ട് ഞങ്ങൾ പെരുമാറിയത് മുഴുവനും തെറ്റായിരുന്നു, ഞങ്ങളതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് 2 വരിയെങ്കിലും പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിപ്പോയ പാർട്ടി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ബംഗാൾ അടക്കി ഭരിച്ച പാർട്ടി, 34.5 വർഷം തുടർച്ചയായിട്ട് ബംഗാൾ ഭരിച്ച പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ത്രിപുര 25 വർഷം ഭരിച്ച പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ അവരുടെ ത്യാഗത്തിനോട് നിങ്ങൾ കാണിച്ച അനീതിയാണ്, നിങ്ങൾ കാണിച്ച അന്യായമാണ് നിങ്ങളെ ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഈ കനലിങ്ങനെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മിന്നാൻ കിടന്ന് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ലോക്സഭയിൽ അന്ന് പ്രതിപക്ഷ നേതാവാകാനുള്ള അംഗസംഖ്യയൊന്നും നിങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ എങ്കിലും നെഹ്റുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ പാർട്ടി ഇന്ന് ഒരു ഓട്ടോയിൽ കയറാനുള്ള അത്ര MP-മാർ പോലും ഇല്ലാതെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ ചെന്നിറങ്ങാൻ അത്ര പോലും MP-മാരില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഈ ചെയ്തികളാണ്. ദേശാഭിമാനികളോട് നിങ്ങൾ കാണിച്ച ഈ ഒരു നെറികേടാണ് നിങ്ങളെ ഇന്നത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. തീർച്ചയായിട്ടും നേതാജി, അദ്ദേഹത്തിൻ്റെ അനുയായികളായ വക്കം അബ്ദുൽ ഖാദർ, അതുപോലെ അനന്തൻ നായർ തുടങ്ങിയവരൊക്കെ അവരുടെയൊക്കെ ചരിത്രം, അവരുടെയൊക്കെ ജീവിതം ചോര കൊണ്ട് എഴുതിയതാണ് അവരുടെ ചരിത്രം. ആ ചരിത്രം നമ്മുടെ പുതുതലമുറ, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്, ആ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വേഗത്തിൽ ഈ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ ഈ വിഷയം നമ്മളൊന്ന് ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡാണ്. നിരവധി ആൾക്കാർ റഹീമിൻ്റെ പ്രസംഗത്തെ അഭിനന്ദിക്കുകയും ഒപ്പം ഈ അഭിനന്ദിക്കുമ്പോൾ തന്നെ റഹീം ചെയ്തതിൽ ശരിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കാപട്യം, അവരുടെ ഒരു കാലത്ത് അവർ ചെയ്ത ഈ കാപട്യം അതിനെതിരെ തിരുത്താൻ തയ്യാറായതുണ്ടാകുമല്ലോ റഹീം. അത് നമുക്ക് പാർട്ടിയാണ് ഔദ്യോഗികമായിട്ട് പറയേണ്ടത്. റഹീം വക്കം അബ്ദുൽ ഖാദറിൻ്റെ പേര് പാർലമെൻറ്റിൽ പറയാൻ തയ്യാറായി. ഒരുപക്ഷെ അനന്തൻ നായരുടെ പേരും പറഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയില്ല പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. എങ്കിലും വക്കം അബ്ദുൽ ഖാദറിൻ്റെ എങ്കിലും പേര് പറഞ്ഞല്ലോ, അത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. പക്ഷേ പാർട്ടി തിരുത്തണം, പാർട്ടി തിരുത്തിയേ മതിയാവുള്ളൂ. അല്ലാത്ത പക്ഷം അത് നേതാജിയോട് ചെയ്യുന്ന അക്ഷന്തവ്യമായ ഒരു അനീതിയായി പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഭാരതത്തിൻ്റെ വീരപുത്രന്മാരെ ബ്രിട്ടീഷുകാർക്ക് ഒരു കാലത്ത് ഒറ്റിക്കൊടുത്തവരാണ് ഞങ്ങൾ എന്ന ആ തെറ്റ് പാർട്ടി സമ്മതിക്കുകയും അത് തിരുത്തുകയും ഞങ്ങൾ അവിടെ നിന്ന് ഭാരതത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കാത്തവർ എന്ന് ജനം ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരാണ്. ഇതൊക്കെ വളരെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വർഗീസ് വൈദ്യനെ പോലെയുള്ളവർ ആ കാലത്ത് തന്നെ പറഞ്ഞു, അതായത് 1970-കളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു, പാർട്ടി തകർന്നിരിക്കുന്നു, പാർട്ടി തെറ്റായ വഴിക്കാണ് പോകുന്നത്, പാർട്ടിക്ക് അതായത് ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം ഭാരതീയ സംസ്കാരത്തിനൊപ്പം നിൽക്കാത്ത ഒരു പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ വളരാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. അവർ നിങ്ങളെ പിഴുതെറിയും,
അറബിക്കടലിലേക്ക് നിങ്ങളെ പിഴുതെറിയും എന്ന മുന്നറിയിപ്പ് അന്ന് തന്നെ പല നേതാക്കളും നൽകിയിരുന്നതാണ്. ഇന്ന് അത് പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകണം. നമ്മുടെ ധീരദേശാഭിമാനികൾക്ക്, നേതാജി ഉൾപ്പെടെയുള്ളവർക്ക് സായുധ പോരാട്ടം നടത്തി ചോരപ്പുഴകൾ സൃഷ്ടിച്ചവരാണ് അവരൊക്കെ. ആ ചോരപ്പുഴകൾ കണ്ട് വിറങ്ങലിച്ച് പേടിച്ചു വിറച്ചാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യൻ മണ്ണിൽ നിന്ന് കൂടും കുടുക്കയും എടുത്തുകൊണ്ട് ബ്രിട്ടനിലേക്ക് ഓടിയത് എന്ന സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ ഇന്ത്യൻ ദേശീയതയോടൊപ്പം നിങ്ങൾ നിൽക്കുകയാണ് എന്ന് ജനം അംഗീകരിക്കുകയുള്ളൂ. റഹീമിൻ്റെ ഈ പ്രസംഗത്തിന് നല്ല കയ്യടി കൊടുക്കുന്നതിനോടൊപ്പം, അഭിനന്ദനം നൽകുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൂടി പാർട്ടി തിരുത്തിയാൽ അങ്ങേയറ്റം ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളോട് ഒരു സൗമനസ്യത്തോടു കൂടി, നിങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറും. അത് ഭാവിയിൽ വരും തലമുറയ്ക്ക് ഒക്കെ അത് മുതൽക്കൂട്ടായി മാറും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ